നിശ്ചയമേശുഭക്തർ. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയമേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയമേശുഭക്തർ. ദൈവത്തോടും എല്ലാ മനുഷ്യരോടും സ്നേഹം ജീവിതത്തിൽ ലഭിക്കും. മനോജരിൽ സൂക്ഷ്മമായി ദൈവമുണ്ട്. മനോജരിൽ സൂക്ഷ്മമായി ദൈവമുണ്ട്. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയമേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയമേശുഭക്തർ. ആശ്രയമാകുന്ന ജീവിത കപ്പലിൽ വിശ്രമനാട്ടിലെത്തി അനന്തമായി വാണു സുഖിക്കുമവർ. അനന്തമായി വാണു സുഖിക്കുമവർ. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയമേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയമേശുഭക്തർ. പാപത്തിനന്ധര സ്വപ്നത്തിൽ പോലുമാം ജീവിത നിഷ്ഠരിൽ അവർ മുഖം തേജസ്വി ശോഭിച്ചിടും. അവർ മുഖം തേജസ്വി ശോഭിച്ചിടും. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയമേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയമേശുഭക്തർ. പരമമണവാളൻ യേശു മഹാരാജൻ തിരിച്ചുവരും ദിനത്തിൽ കണ്ടാൽ കൊതി തീരാത്ത ഭാഗ്യമത്. കണ്ടാൽ കൊതി തീരാത്ത ഭാഗ്യമത്. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയമേശുഭക്തർ. ശോഭിക്കുന്നോർ നിശ്ചയമേശുഭക്തർ. നിത്യാനന്ദാത്മാവിൻ സന്തോഷ സംതൃപ്തി നിത്യവും ആസ്വാദിച്ച് വിശ്വാസികൾ വാഴും നിക്കോത്തളത്തിൽ. വിശ്വാസികൾ വാഴും നിക്കോത്തളത്തിൽ. ജീവിതം മേദിനിയിൽ ശോഭിക്കുന്നോർ നിശ്ചയമേശുഭക്തർ.
ശോഭിക്കുന്നു നിശ്ചയമേശുഭക്തർ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവനവരോട് കൂടെ വസിക്കും, അവനവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളുടെ പരിപാലകനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ ഒരു വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തെ കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് ആശ്രയമായി അഭയമായിട്ട് കടന്നു വരുവാന്റെ ഗുണം അവിടുന്ന് തന്നിരിക്കുന്ന എല്ലാ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമേ ഉത്തരവാദിത്വങ്ങൾ ദൈവമേ ഞങ്ങൾ ഏറ്റെടുക്കാൻ, അത് നിവർത്തിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എത്രമാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുവാൻ അവിടുന്ന് ഈ ആരാധനയിലൂടെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങളെ ശക്തീകരിച്ച് അങ്ങയുടെ നിയോഗം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധന ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. യേശു കർത്താവിലേക്ക് നിന്റെ മക്കൾ ആകർഷിക്കപ്പെടേണ്ടതിന് സഹായിക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെയൊക്കെ കാണുന്നു ഞങ്ങളുടെ കർത്താവ്. ഞങ്ങളുടെ സാധ്യതകളെയും ദൈവമേ ഇന്ന് പകൽക്കാലം കാണുന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ ആ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധന സുഗന്ധബലിയായിട്ട് അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സൗഖ്യവും ആശ്വാസവും അങ്ങയുടെ നാമത്തിൽ ലഭ്യമാകേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവി ആരാധനയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ യാചിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവനാമത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 32-ാമത്തെ പാഠം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് പാടാം. 32-ാമത്തെ പാഠം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് പാടാം. യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ എന്നാരംഭിക്കുന്ന 32-ാമത്തെ പാട്ട്. അതിന്റെ 1, 2, 6 ചരണങ്ങൾ മാത്രം. 1, 2, 6 ചരണങ്ങൾ. യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ ക്രിസ്തുവേ, യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി. നാശമില്ലാ സ്വർഗവാസിയാം ദൈവം, നന്ദനാം പരമേശ്വരനായ യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ. നാഗഭൂനാരകത്രിലോ ഗസ്തൃഷ്ടാനര ദേഹികൾക്കൊരു നവലോകമുണ്ടാക്കും യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ. വേദവചന പൊരുൾ ബോധമാവാനും ബാധകവൈരി നിപാതനാവാനും യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ സ്തുതി നീ ക്രിസ്തു, യേശുവിനെ സ്തുതി നീ എൻ മനമേ, യേശുവിനെ. ストーリーに
ആരാധനക്രമം 6ഉം 7ഉം പുറങ്ങൾ സ്തുതിലിത്താനികൾ 4-ാം ഭാഗം. സ്തുതിലിത്താനികൾ 4-ാം ഭാഗം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയിക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞു ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ധാരാളം ക്ഷമിക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ വിനയപ്പെടുത്തിക്കൊണ്ട്, നമ്മെ സമർപ്പണം ചെയ്തുകൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെയും അറിയുകയും കാണുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെയൊക്കെ ഏറ്റുപറയുകയും അങ്ങയുടെ പാപക്ഷമ പ്രാപിച്ച് അനുഗ്രഹീതരായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ധന്യതയോടെ നയിക്കേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ ഹൃദയ കാഠിന്യം, അഹങ്കാര ചിന്തകൾ, നമ്മുടെ സ്വാർത്ഥ ജടിലമായ താല്പര്യങ്ങൾ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ, നമ്മുടെ അയൽക്കാരോട്, നമ്മുടെ സഭാവിശ്വാസികളോട് കരുണ കാണിക്കാനുള്ള നമ്മുടെ വൈമനസ്യം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പാപ അവസ്ഥകളെയും നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് തിരുസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ ഹൃദയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങയിൽ നിന്ന് നമുക്കൊരു കാര്യവും മറച്ചു വയ്ക്കുവാനായിട്ട് സാധ്യമേ അല്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ള അവസ്ഥ വാസ്തവമായിട്ട് കാണുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ അവസ്ഥകളെയും വെളിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് മഹാസ്നേഹവാനായി, അവിടുന്ന് മഹാകരുണയുള്ള കർത്താവായി, വളരെയേറെ സ്നേഹവായ്പോടെ നമ്മെ ചേർത്തണയ്ക്കുവാനും നമ്മെ ആശ്വസിപ്പിക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സ്നേഹ വലയത്തിൽ നിന്ന് നാം പുറത്തായി പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തിരുസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ വാക്കിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, ചിന്തയിലൂടെ, നമ്മുടെ അറിവിലൂടെ, അറിവില്ലായ്മയിലൂടെ ഒക്കെ ചെയ്തു പോയ എല്ലാ പാപങ്ങളുടെയും ക്ഷമയ്ക്കായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഈ സമയം അടുത്ത് ചെല്ലാം. ചില നിമിഷങ്ങൾ മൗനമായിട്ട് നമ്മുടെ പാപങ്ങളെ ഓർത്തുകൊണ്ട് അനുദപിച്ച് ഹൃദയംഗമായിട്ടുള്ള സങ്കടത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തേൻ വല്ലഭനേ ഏഴും നാരുൾക, പെന്തക്കോസ്തേൻ വല്ലഭനേ നിന്ദാനം യാചിക്കും നിന്ദാസരിന്നുള്ളത്തിൽ ചിന്തും തീജ്വാലയൊത്ത തിരുപ്രസന്നതയോടെ പെന്തക്കോസ്തേൻ വല്ലഭനേ ഏഴും നാരുൾക, പെന്തക്കോസ്തേൻ വല്ലഭനേ പേരല്ലാതൊന്നുമില്ലയോ നീലകളെല്ലാം പിഴച്ച
പമാനമായയോ ഓരോ മനസ്സുകളും ഓരോ നീലാതിരിഞ്ഞു ഒരു മാനമെന്ന ശക്തി ഒഴിഞ്ഞു പോയല്ലോ സമീപന്ത ഹോസ്തീൻ വല്ലഭനെ ഏഴും നാരുൾഗാബന്ധ ഹോസ്തീൻ വല്ലഭനെ. ആരാധനകളും 10-ാം മൃതിൽ കാണുന്ന ഒടുവിലത്തെ പാപസ്വീകാര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുൻപാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റു പറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ച് തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുൻപാകെ അറപ്പും വെറുപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഞങ്ങൾ അവിടുത്തോടുകൂടെ പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ച് ഞങ്ങൾ പാപത്തോട് മരണത്തോടും എതിർത്തു നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തിയായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവേ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മല്ലതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടുകൂടെ എതിരേൽക്കാനും അവിടുത്തെ മഹത്വരാജ്യത്തിൽ നിന്ന് നിത്യാനന്ദം അനുഭവിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പാപക്ഷമ പ്രഖ്യാപിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിപ്പീൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ നിന്നെ നിന്റെ അതിക്രമങ്ങൾ മായിച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. ആരാധനക്രമം 17-ാം പുറത്തിൽ കാണുന്ന പ്രാർത്ഥന ഓരോന്നിനും പിന്നാലെ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് പ്രതിവാക്യമായി ചൊല്ലേണ്ടതാകുന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായി പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതർക്കായും സാമൂഹിക ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി സാമൂഹിക നീതിക്കും മർദ്ദരുടെ വിമോചനത്തിനും അവസരയുടെ ഉദ്ധാരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി, യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആധരങ്ങൾ കൊണ്ട് അങ്ങേ സ്തുതിച്ച് ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ചു ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങൾ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ,
ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുൻപാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 126 പാട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് പാടാം. 126 പാട്ട് സാന്നിധ്യമാകണം കർത്താധികർത്തനെ എന്നാരംഭിക്കുന്നു. 126 പാട്ടിന്റെ 1, 2, 4 ചരണങ്ങൾ മാത്രം. 1, 2, 4 ചരണങ്ങൾ മാത്രം. സാന്നിധ്യമാകണം കർത്താധികർത്തനെ ഈ യോഗം എന്നോ കേൾക്കണം നിൻ ശക്തി വാക്കിനെ ജീവൻ നൽകിയിടണം വന്നിക്കും നേരാമേ ആശീർവാദം നൽകിയിടണം പുണ്യദേവാമേ സാന്നിധ്യം ആകണം നിൻ നാമം വാഴട്ടെ നിൻ സ്നേഹം ഓരോ നെഞ്ചകം ജോലിച്ചു വീശട്ടെ ജീവൻ നൽകിയിടണം വന്നിക്കും നേരാമേ ആശീർവാദം നൽകിയിടണം കാരുണ്യദൈവമേ സാന്നിധ്യം ആകണം നിന്നാത്മാശക്തിയും മഹത്വം നിന്റെ ദാഗണം ഞങ്ങൾക്കു രക്ഷയും ജീവൻ നൽകിയിടണം വന്നിക്കും നേരാമേ ആശീർവാദം നൽകിയിടണം കാരുണ്യദൈവമേ. 42 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. 42 സങ്കീർത്തനം ഒരുമിച്ച് വായിക്കാം. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീരാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. എന്റെ ആത്മാവെ നിമിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശരക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവിനിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴി വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാനവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ ഭാര്യയായി ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കുമെണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവെ നിമിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശരക്ഷയും
എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പിതാവിനും പുത്രൻ പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യങ്കിലപ്പെടുന്ന പ്രാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പാഠമായി വായിക്കുന്നതിനെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിപ്പൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിപ്പൻ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. പാഠഭാഗം ഇവിടെ അവസാനിച്ചു. ദൈവം ഈ തിരുവചന വേദഭാഗങ്ങളാൽ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമരിയിൽ പാതിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായിട്ടുള്ള ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ മനോഹരമായിട്ടുള്ള പ്രഭാതത്തെ നമുക്ക് ദാനം ചെയ്ത ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകം ഭയങ്കരമായിട്ടുള്ള ഭീതിയുടെയും സംഘർഷങ്ങളുടെയും മധ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ദേശത്തെ ദൈവം സുരക്ഷിതമായിട്ട് നിയോടെ പരിപാലിച്ച ദൈവത്തിന്റെ മഹാസ്നേഹത്തോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. വേദനയോടെ ഭാരത്തോടെ വിങ്ങുന്ന മനസ്സുകളുമായിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളിൽ പെട്ട് വളരെയേറെ ആൾക്കാര് വളരെയേറെ ജീവിത നൈരാശ്യത്തോടെ കഴിയുന്ന നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ടവരെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് വളരെയേറെ ആഴമായിട്ടുള്ള ദുഃഖത്തോടെ ഹൃദയഭേദകമായിട്ടുള്ള ദുഃഖവും നിരാശയും അനുഭവിക്കുന്ന ജനത്തിന്റെ നടുവിൽ അവരുടെ ആശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ ആത്യന്തികമായ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാന്റെ ഗുണം സർവശക്തനായ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. നമ്മെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദേശത്തന്നിരിക്കുന്ന സഭയ്ക്കായിട്ടും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ആലയത്തിന് വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശോവന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദേശവ്യാപകമായിട്ട് COVID-19 എന്ന ആ മാരകമായിട്ടുള്ള രോഗം, ആ മഹാമാരി
ലോകവ്യാപകമായിട്ട് അതിങ്ങനെ അതിന്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വളരെ ഭീതിയോട് നടുക്കത്തോട് മനുഷ്യരൊക്കെ ആയിരിക്കുന്ന സാഹചര്യം. മനസ്സ് വളരെയേറെ നീർന്ന അനുഭവത്തിൽ, ഹൃദയങ്ങളൊക്കെ വിതുമ്പുന്ന അവസ്ഥകളിൽ ജീവിതത്തിൽ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വളരെയേറെ പ്രശ്ന സങ്കീർണമായിട്ടുള്ള അവസ്ഥകളിലൊക്കെ ആയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നിന്നെ വിളിച്ചവനും മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താലടലേ ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ? മഹാകരുണയുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായിട്ടുള്ള നല്ല പ്രഭാതത്തെ ഞങ്ങൾക്ക് ദാനം ചെയ്തതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം അപ്പച്ച. ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളുമായിട്ട് നന്ദിയുള്ള ഹൃദയങ്ങളോടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അഭയം തേടുവാനുള്ള കൃപ തന്നുകൊണ്ട് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയങ്ങളോടെ അങ്ങ് വാഴ്ത്തുന്ന അപ്പച്ച. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ചുറ്റുപാടുകളൊക്കെ ഞങ്ങളുടെ ദേശമൊക്കെയും വളരെയേറെ സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലുമൊക്കെയാണല്ലോ അപ്പാ. കർത്താവേ, നീ ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ കരുതലും സംരക്ഷണയും കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പോലെ സമസൃഷ്ടങ്ങളായിട്ടുള്ള ആൾക്കാർ ദൈവമേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദൈവമേ വളരെയേറെ വിതുമ്പുന്ന മനസ്സുകളോടും വേദനിക്കുന്ന ഉള്ളങ്ങളോടും ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയോടുകൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ് കർത്താവെ. തകർന്ന ഹൃദയങ്ങളോട് നീറിപ്പുകയുന്ന പ്രശ്നങ്ങളുമായിട്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷം ചെലവാക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന പച്ച. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദുഃഖിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കർത്താവെ. ദൈവമേ, ജീവിതത്തിൽ വലിയ വലിയ ചിന്താഗതികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതങ്ങൾ പെട്ടെന്ന് ദൈവമേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട സംഭവങ്ങൾക്ക് സഹിക്കുവാൻ പറ്റാത്ത വേദനയോടെ ദൈവമേ വിതുമ്പുന്ന മനസ്സുകളോടുകൂടെ ഇരിക്കുന്ന ഒരു വലിയ സമൂഹം ആൾക്കാർ ഞങ്ങളുടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട് കർത്താവെ. അവരുടെ മനസ്സുകൾക്ക് ആശ്വാസം കൊടുക്കണമേ അപ്പ. അവരുടെ അന്തരാത്മാവുകളെ തണുപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീരുകളൊക്കെ ദൈവം തുടയ്ക്കണമേ കർത്താവെ. അങ്ങയുടെ ദിവ്യമായ സമാധാനം അവരുടെ അന്തരാത്മാവുകളെ പ്രകാശിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പച്ചാ. ദൈവമേ, ഇന്നും ചികിത്സയിലായിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാര് ലോകരാഷ്ട്രങ്ങളിലെമ്പാടുമുണ്ട് കർത്താവെ. ദൈവമേ, അതിന്റെ തീവ്രത ഇന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ അനുഭവമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ മടങ്ങി വന്ന് അങ്ങയുടെ സന്നിധിയിൽ അനുദപിച്ച് യഥാസ്ഥാനപ്പെട്ട് ദൈവമേ, നിന്റെ ദിവ്യമായ അനുഗ്രഹം ഈ ദേശത്തിന് അയക്കണമേ, ഞങ്ങളുടെ ലോകത്തിൽ അയക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ സൃഷ്ടിയെല്ലാം അവിടുന്ന് വീണ്ടെടുക്കുമാറാകണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൃഷ്ടിയെല്ലാം അവിടുന്ന് കരുതിക്കൊള്ളുമാറാകണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് തന്നിരിക്കുന്ന സഭയ്ക്കായി ദൈവമേ, ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ നിരാശജനകമായിട്ടുള്ള അനുഭവങ്ങളിൽ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ, ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ, ഞങ്ങളുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൊക്കെ ഓടിയെത്തി ഞങ്ങൾക്ക് ദൈവമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കുവാനുള്ള ഞങ്ങളുടെ ആലയത്തെ തിരുമേനിയെ ഈ ദേശത്ത് നിലനിർത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് തിരുവാലയം തുറക്കപ്പെടുവാനോ ഞങ്ങൾക്ക് ഒരുമിച്ച് മുഖാമുഖം കണ്ട് ആരാധിക്കാനോ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ആ അവസ്ഥകൾക്കൊക്കെ മാറ്റം സംഭവിച്ചു എത്രയും വേഗം ഞങ്ങൾക്ക് സഭയായി കുടുംബങ്ങളായിട്ട് ദൈവമേ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ അവിടുന്ന് ദാനമായി നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, ഒരുമിച്ച് കൂടി വരുവാനായിട്ട്, ഞങ്ങളുടെ സങ്കടങ്ങളെ പങ്കുവയ്ക്കുവാനായി, ദൈവത്തിന്റെ നന്മകളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാവുകൾ കൊണ്ട് വർണ്ണിക്കുവാനായിട്ടുള്ള അവസരങ്ങളെ അവിടുന്ന് നൽകണമെന്ന് ഞങ്ങൾ വിനയമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ, നിന്റെ മക്കൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയോടുകൂടെ ചേർന്ന് പങ്കുചേരുവാനൊക്കെ ഇടം നൽകണമേ. അവരേതെല്ലാം വിഷമസന്ധികളിലായിരിക്കുന്നോ ആ വിഷമസന്ധികളിൽ നിന്നെല്ലാം നിന്റെ മക്കൾക്ക് വിടുതൽ നൽകി ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്തിൽ തന്നിരിക്കുന്ന സഭയ്ക്കായി, സഭയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് സ്തോത്രം. ഇതുവരെ ഞങ്ങളുടെ തിരുവാലയത്തെ ദൈവം തമ്പുരാൻ നടത്തി ഞങ്ങളുടെ പിതാക്കന്മാർ കണ്ണുനീരൊഴുകിയ സ്ഥലങ്ങളിൽ ദൈവമേ ത്യാഗത്തോടെ പ്രവർത്തനങ്ങൾ ചെയ്ത ഈ ഇടങ്ങളിൽ ഞങ്ങൾക്കുമായിരുവാനൊക്കെ ഇടം നൽകിയതുകൊണ്ട് സ്തോത്രം. കർത്താവെ, നീതിയോടെ സത്യസന്ധതയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ നിഷ്കളങ്കതയോടെ ഞങ്ങളുടെ ശുശ്രൂഷകളെ നിറവേറ്റുവാനൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തണമേ. ഇതുപര്യന്തമുള്ള കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ ഇടവക ശുശ്രൂഷകരെ, ഇടവക കമ്മിറ്റി, ദൈവമേ എല്ലാ സംഘടനാ ഭാരവാഹികളെല്ലാം ഞങ്ങൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടങ്ങളിലും ദൈവമേ അനുയോജ്യമായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, മറ്റ് ആലയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകളിൽ വ്യാപൃതരായിരിക്കുന്നവരെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ കരുതൽ എല്ലാ മക്കളിലും വ്യാപരിപ്പിക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ശുശ്രൂഷകൾ ദൈവമേ വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ, നീതിയോടെ ചെയ്ത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് സഹായിക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. രോഗികളായിരിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവം അവർക്ക് ആശ്വാസം ദാനം ചെയ്യണമേ കർത്താവ്. നിത്യവും ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് ചികിത്സകളൊന്നും നിഷേധിക്കപ്പെടുവാൻ ഈ നാളുകളിൽ ഇടയാകരുതേ എന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ളവരായി, സൗഖ്യമുള്ളവരായിട്ട് ജീവിക്കാനിട നൽകണമേ കർത്താവെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ അവസ്ഥകളൊക്കെ ദൈവം തമ്പുരാൻ അറിയുന്നുണ്ട്. സ്തോത്രം. കടബാധ്യതകളിൽ ഇരിക്കുന്നവര്, ദൈവമേ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, പലതരത്തിൽ വരുമാന മാർഗങ്ങളൊന്നുമില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരെല്ലാം ദൈവം അത്ഭുതകരമായിട്ട് പോറ്റിക്കൊള്ളണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ കുടുംബങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തിരു സാന്നിധ്യം പകരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പാ. അവിടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടു പോകുവാനിടയായി തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങളെ ദൈവം തമ്പുരാൻ ഒരുക്കണമേ കർത്താവെ. ഞങ്ങളുടെ യൗവനക്കാരെല്ലാം ഓർമ്മിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, അവരുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തന മേഖലകളിൽ തിരുകൃപ പകരുകയും ദൈവമേ തിരുവാലയത്തോടൊക്കെ ആഭിമുഖ്യം ഉള്ളവരായിട്ട് പ്രവർത്തിപ്പാനൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ തട്ടി ഉണർത്തുമാറാകണമേ. ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ച് നൽകണമേ കർത്താവ്. വയോവൃദ്ധരായി ഞങ്ങളുടെ ആലയത്തിലും ഞങ്ങളുടെ ദേശത്തിലും ഒക്കെ കഴിയുന്ന ബലം ക്ഷയിച്ചു പോയ ആൾക്കാരെ ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ബലമാർന്ന കരങ്ങളിൽ അവിടുന്ന് നിന്റെ മക്കളെ വഹിച്ച് ദൈവമേ നല്ല പ്രതിരോധ ശക്തിയെല്ലാം ശരീരത്തിന് നൽകി ആരോഗ്യത്തോടെ പരിപാലിക്കണമേ. അവരെ സൂക്ഷിക്കുന്ന എല്ലാ കരങ്ങളെയും അവിടുന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആലയത്തിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഉദ്ദേശിക്കുന്ന ദിവസം തിരുവാലയത്തിൽ വെച്ച് വിവാഹ ശുശ്രൂഷകൾ നടത്തപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തണം. ഒരു തടസ്സങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടാകരുതേ എന്ന് ഞങ്ങൾ വിനയമായിട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കരുണ നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ ആലയത്തിലെ അനാഥർക്ക് വേണ്ടി, വിധവമാർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദരിദ്രരായിട്ട് ജീവിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമേ കർത്താവെ. മക്കളില്ലാതെ വേദനയോടിരിക്കുന്നതിന്റെ മക്കൾക്ക് മക്കളെ നൽകി ആശ്വസിപ്പിക്കണമേ കർത്താവെ. ഗർഭിണികളായിരിക്കുന്നതിന്റെ മക്കൾക്ക്
ഗർഭകാലം പൂർത്തീകരിക്കപ്പെടുമ്പോൾ സുഖകരമായിട്ടുള്ള വിടുതൽ നൽകണമേ. സ്വദേശത്തും വിദേശത്തൊക്കെ പണിയെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സുരക്ഷിതരായിട്ട് അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കേണ്ടതിന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ഉള്ളങ്ങളിലും ക്രിയ ചെയ്യുമാറാകണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യേശുപ്പച്ച, ഞങ്ങളുടെ സഭയിലെ എല്ലാ സംഘടനകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സൺഡേ സ്കൂളിനായി, വിമൻസ് ഫെലോഷിപ്പിനായി, ബാലദിന സഖ്യത്തിനായി, CUF-നായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെൻസ് ഫെലോഷിപ്പിന് വേണ്ടി, സീനിയർ സിറ്റിസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കാത്ത് പരിപാലിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ലോകത്തിലെ എല്ലാ സഭകളെയും ഞങ്ങൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹാ ഇടവയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ, നീതിയോടെ ദൈവമേ അവരുടെ നേതൃനിരയിലുള്ള പ്രവർത്തനങ്ങളെ ചെയ്യുവാനൊക്കെ ഉണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തുമാറാകണം എന്ന് ഞങ്ങൾ വിനയമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഭാരത സുവിശേഷീകരണത്തിൽ പങ്കാളിത്തം വഹിച്ചിരിക്കുന്ന എല്ലാ മിഷണറിമാർക്ക് വേണ്ടി, മിഷണറിമാരെ സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരതം സുവിശേഷീകരിക്കപ്പെടുന്നു അതിനുള്ള യജ്ഞത്തിൽ ഞങ്ങൾക്കും ഭാഗഭാഗിത്വം വഹിക്കാനൊക്കെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കരുണ നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ ദേശത്തെ മുഴുവനായിട്ടും അനുഗ്രഹിക്കണമേ. വ്യത്യസ്ത മതവിശ്വാസികൾ എല്ലാവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവാലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുത്തെ അനന്തമായിട്ടുള്ള ദൈവസ്നേഹം പകരുമാറാകണമേ എന്ന് ഞങ്ങൾ വിനയമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തിരുവാലയം ദേശത്ത് നല്ല സാക്ഷ്യത്തോടെ നിലനിൽക്കേണ്ടതിന് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനതകളോടെ തിരുസന്നിധിയിൽ വരുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും ക്ഷമിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പച്ച. ഞങ്ങൾ ലോകത്തിന് സമാധാനം നൽകണമേ. അങ്ങയുടെ സൃഷ്ടികളെല്ലാം അവിടുന്ന് വീണ്ടെടുക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൃഷ്ടികളെല്ലാം പരിപാലിക്കണമെന്ന് ഞങ്ങൾ വിനയമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, സംഭവബഹുലമായിട്ടുള്ള ഈ ലോകത്തിൽ അങ്ങയുടെ ദിവ്യ സമാധാനം ഞങ്ങൾക്ക് നൽകി അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് വഴി നടത്തണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അവിടുന്ന് തന്നെ സ്വീകരിക്കണമേ. കർത്താവേ, എല്ലാ മഹത്വവും അവിടുന്ന് തന്നെ സ്വീകരിക്കണമേ. ഞങ്ങളെ ആശ്വാസത്തോട് സമാധാനത്തോട് മടക്കി അയക്കണമേ. ഈ ആരാധന ശ്രദ്ധിക്കുന്ന എല്ലാവരും ദൈവമേ, ജീവിതത്തില് എന്തെല്ലാം അരിഷ്ടതകളിലായിരിക്കുന്നു ഒരു വിടുതലും സമാധാനവും ആശ്വാസവും സൗഖ്യവും ഒക്കെ പ്രാപിക്കേണ്ടതിന് ഇടവരുത്തുമാറാകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്കായിരിക്കട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സഭയിലെ എല്ലാ വിശ്വാസ സമൂഹത്തെയും ഞാൻ എൻ്റെ സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ആരാധന ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യവും ആശ്വാസവും ആഗ്രഹിച്ച ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ആരാധനയിൽ ആകൃഷ്ടരായി തീരുവാനും ദൈവത്തിന്റെ ആത്മാവിന്റെ ബലം ധരിക്കുവാനും സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. COVID-19 എന്ന പകർച്ചവ്യാധിയുടെ കാരണത്താൽ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ലോക്ക്ഡൗൺ ആയി നമ്മുടെ ജീവിതങ്ങളെ പരിമിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമായി തരും. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ തിരുവാലയം തുറക്കപ്പെടുവാനും നമ്മുടെ വിശ്വാസ സമൂഹത്തിന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം. അതിനുള്ള അവസരം ദൈവം എത്രയും വേഗം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുന്നതിനും പരസ്പരം വഹിക്കുന്നതിനുമൊക്കെ സാധ്യമായി തരും. അതിനായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഒരുപാട് ആവശ്യങ്ങളോടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ ആവശ്യങ്ങളെ ദൈവം തമ്പുരാൻ നിറവേറ്റേണ്ടതിനായിട്ട് നമ്മുടെ ദൈനംദിന പ്രാർത്ഥനയിൽ അവരെ വളരെ സന്തോഷത്തോടെ ഓർക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു.
ഈ ആഴ്ചത്തെ വിവാഹ വാർഷിക പ്രാർത്ഥനകളും ജന്മദിന പ്രാർത്ഥനകളും ഒന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ ആഴ്ചത്തെ വിവാഹ വാർഷിക പ്രാർത്ഥനകൾ ശ്രീ സുനിൽ ജോണി, ശ്രീമതി സിന്ധുകുമാരി സുനിൽ നിലയം, ശ്രീ മോഹനൻ, ശ്രീമതി അനിതകുമാരി ലാലു ഭവൻ, ശ്രീ ജോയ് ജോസ്, ശ്രീമതി പ്രഭ ജോയ് ഭവൻ, ശ്രീ സാംരാജ്, ശ്രീമതി പുഷ്പലത മനുവേൽ ഭവൻ, ശ്രീ സുനിൽ കുമാർ, ശ്രീമതി ശരണ്യ ബിജു ഭവൻ നാടുകാണി, ശ്രീ ജോസ്, ശ്രീമതി മഞ്ജു മാർവൽ ഹൗസ്. ഈ ആഴ്ചത്തെ ജന്മദിന പ്രാർത്ഥനകൾ ബിജു ബി ചെറിയങ്കോട്, മെറ്റിൽഡ അമൽ ഭവൻ, കൃഷ്ണൻ നായർ പൊയ്കയിൽ, ഷെറി ജോഷി ബഥാന്യ, നളിനി എ ഷീജ ഭവൻ, രതീഷ് ടി ജി ഭവൻ, ആഷിൻ ജോയ് ഭവൻ, ഡീന വി ഡി പൂഞ്ഞാങ്കോട്, ഉഷകുമാരി ദ്വീപ്, സൗമ്യ റോബർട്ട് ശ്യാമളാലയം, അനിൽ കുമാർ സന്തോഷ് ഭവൻ, ബിജു ഷീജ ഭവൻ കുക്കുറുണി, ഷാജൻ സ്മിത ഭവൻ കട്ടക്കോട്, എൻ ഉഷസ്, ബി ജെ ഡൈന ജോസഫ് ശ്രുതി ഭവൻ, ലതിക എൽ കാന്തള, അനീഷ് ബോസ് ആർ കെ നിവാസ്, രഞ്ജു ഭവൻ, ആദർശ് സ്വപ്നം ഭവൻ, ജനർ ജോസ് എഡ്മൻ കോട്ടേജ്, മീരാകുമാരി എഡ്മൻ കോട്ടേജ്, പ്രമീള മേൻസൺ എഡ്മൻ കോട്ടേജ്, ജോയ് ജോസ് ജോയ് ഭവൻ, ബിനില ബി എസ് എ ബി കോട്ടേജ്, ലാൻസ്ലെറ്റ് ബായി എ എൽ സദനം, ജി ബാബു എസ് എസ് ഭവൻ, സജിത എസ് എസ് ഭവൻ, ശൈലജ കെ രഞ്ജു ഭവൻ. ഇവർക്ക് സഭയുടെ ജന്മദിന ആശംസകൾ. 2 വിവാഹ പരസ്യം ഈ അവസരത്തിൽ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പേയാർ ഡിസ്ട്രിക്റ്റിൽ JMCSI വിളപ്പിൽ ശാല സഭയിൽ ജെ വിൻസെന്റ് മകൻ ജോസ് മോനും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ ബഥനിപുരം സഭയിൽ ഗംഗാധരൻ മകൾ ആതിരാജ്യസും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ വിവാഹം നിയമവിരുദ്ധമാണെന്നോ വേദവിരുദ്ധമാണെന്നോ ആർക്കെങ്കിലും സഹകരണം തെളിയിക്കാമെങ്കിൽ ആ വിവരം ഇന്നു മുതൽ 3 ദിവസങ്ങൾക്ക് ഡിസ്ട്രിക്ട് ചെയർമാനെ രേഖാമൂലം അറിയിക്കേണ്ടതാകുന്നു. ഇത് 2ാം പരസ്യം. മറ്റൊരു വിവാഹ പരസ്യം കൂടെ വായിക്കുന്നു. കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ ശ്രീ ഇബനീസർ മകൻ അഭിലാഷും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ ബഥനിപുര സഭയിൽ ശ്രീ സ്റ്റീഫൻ മകൾ ശ്രീജ SVയും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ വിവാഹം നിയമവിരുദ്ധമാണെന്നോ വേദവിരുദ്ധമാണെന്നോ ആർക്കെങ്കിലും സഹകരണം തെളിയിക്കാമെങ്കിൽ ആ വിവരം ഇന്നു മുതൽ 10 ദിവസങ്ങൾക്കകം ഡിസ്ട്രിക്ട് ചെയർമാനെ രേഖാമൂലം അറിയിക്കേണ്ടതാകുന്നു. ഇത് 1ാം പരസ്യം. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കുടുംബ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുപെട്ടിരിക്കുന്ന പ്രിയ മക്കളുടെ മേൽ അവിടുത്തെ അനന്തമായിട്ടുള്ള കൃപയും സ്നേഹവും പകരുമാറാകണമേ. ഈ വ്യത്യസ്തമായിട്ടുള്ള ലോക സാഹചര്യങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കൂടാതെ ഉദ്ദേശിക്കുന്ന സമയം തിരുവാലയത്തിൽ വെച്ച് ആ വിവാഹ ശുശ്രൂഷ അനുഗ്രഹമായിട്ട് നടത്തപ്പെടേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, സഭയ്ക്ക് സമൂഹത്തിനൊക്കെ പ്രയോജനകരമായിട്ടുള്ള ഒരു ധന്യത നിറഞ്ഞ ഒരു കുടുംബ ജീവിതത്തിലേക്ക് നിന്റെ മക്കൾ പ്രവേശിക്കേണ്ടതിന് സഹായിക്കണം. ഇരു കുടുംബങ്ങളിലെ എല്ലാ ക്രമീകരണങ്ങളിലും ഒരുക്കങ്ങളിലും തിരുസാന്നിധ്യം പകരണമെന്ന് യാചിക്കുന്നു. ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ യാചിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 461 പാട്ടിന്റെ 1ഉം 3ഉം ചരണങ്ങൾ മാത്രം നമുക്ക് ചേർന്ന് പാടാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ എന്നാരംഭിക്കുന്ന 461 പാട്ട്. അതിന്റെ 1ഉം 3ഉം ചരണങ്ങൾ മാത്രം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേയൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനാത്രേയൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു.
താഴ്ചയിലെനിക്കവൻ തണലേകി. താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ തുടിക്കുന്നെൻ മാനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ തുടിക്കുന്നെൻ മാനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാലവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ. തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ. തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. കര കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ, പരിഗാവൻ ചാരത്തു ബന്ധിതരേ, തരുമാവൻ കൃപാമാനസാന്തിയാതും. പരിഗാവൻ ചാരത്തു ബന്ധിതരേ, തരുമാവൻ കൃപാമാനസാന്തിയാതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാലവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ. ഇവനാലെന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ. തൻ ജീവനാലെന്നെയും വീണ്ടെടുത്തു. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആത്മാവിന്റെ ബലത്താൽ ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആത്മാവിന്റെ ശക്തി കാലഘട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് ഞങ്ങൾക്ക് തരുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ആ ആത്മാവിന്റെ ബലം ഇല്ലാതെ ഞങ്ങളുടെ ശുശ്രൂഷകളെ ചെയ്യാനായിട്ട് സാധ്യമല്ല. അങ്ങയുടെ ആത്മാവിന്റെ ബലം പ്രാപിക്കേണ്ടതിന് കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് വിനയപ്പെട്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ ശക്തി, ദൈവാത്മാവിന്റെ വ്യാപാരം കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷയിലുടനീളം ലഭ്യമാകേണ്ടതിന് നിർബന്ധ മനോഭാവത്തോടെ തിരുസന്നിധിയോട് ചേർന്ന് നിൽപ്പാണ്ടൊക്കെയാണ് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ, വചനം കേൾക്കുന്ന ഓരോരോ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. വചനത്തിലേക്ക് നിന്റെ മക്കൾ ആകൃഷ്ടരായി തീരേണ്ടതിന് അതിലൂടെ കർത്താവിലേക്ക് ദൈവമേ സമ്പൂർണമായിട്ടുള്ള സമർപ്പണം നടത്തുവാൻ ഇന്ന് പകൽക്കാലം ഇടയാക്കണമെന്ന് ഞങ്ങൾ വിനയമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് എല്ലാ ദൈവമക്കളും ഞങ്ങളുടെ വിശ്വാസ സമൂഹം മുഴുവൻ ഈ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുവാനൊക്കെ വേണം. വചനത്തിന് മുമ്പിൽ നടുക്കത്തോടെ ആയിരിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ എല്ലാവരെയും മൂടി മറച്ചുകൊള്ളണം. ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ യാചിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരവും ശാന്തമായിട്ടുള്ള നല്ല വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തെ സർവശക്തനായ ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആലയത്തിലെ പ്രകാരം ഈ ആരാധന അർപ്പിക്കുവാനും നമ്മുടെ വിശ്വാസ സമൂഹത്തിന് മുഴുവൻ അത് പ്രയോജനകരമായിട്ട് തിരുവാലയത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഭക്തിനിർഭരമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ, ഈ തിരുവചന സന്ദേശം ശ്രവിക്കുവാനായിട്ട് എല്ലാ സഭാവിശ്വാസികളെയും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആലയത്തിന്റെ ഉള്ളിലും ഭവനങ്ങളിലുമായിരുന്നു കൊണ്ട് ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളും അനുഗ്രഹീതരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തേക്ക് നമുക്ക് ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ ആത്മാവിനോടൊപ്പമുള്ള ദൗത്യ നിർവഹണം എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ ആത്മാവിനോടൊപ്പമുള്ള നമ്മുടെ ദൗത്യ നിർവഹണം, മിഷൻ വിത്ത് ക്രൈസ്റ്റ് സ്പിരിറ്റ്. ഈ വിഷയത്തെക്കുറിച്ച് നാം എല്ലാ വർഷവും ചിന്തിക്കുന്ന ഒരു ചിന്താവിഷയമാണ്. യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ആഴ്ചകളിലെല്ലാം നാം തുടർച്ചയായിട്ട് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെ തന്റെ മാനവരാശിക്ക് ലഭിക്കുന്ന അജയമായിട്ടുള്ള ആത്മാവിന്റെ ശക്തിയെക്കുറിച്ചുമൊക്കെ നാം ചിന്തിച്ചു വരുന്ന കാലഘട്ടങ്ങളാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധ്യമായി തരും. ക്രിസ്തുവിന്റെ ആത്മാവിനോടൊപ്പമുള്ള ദൗത്യ നിർവഹണം എന്നുള്ള വിഷയം നാം ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കുന്ന അവസരത്തിൽ നാം ഇന്നത്തേക്കുള്ള പാഠഭാഗം വായിച്ചില്ല എങ്കിലും ആ പാഠഭാഗത്തിൽ ഇപ്രകാരമാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. ഏലിയാ പ്രവാചകൻ തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതായ അവസരത്തിൽ അഭിഷിക്തനായിരിക്കുന്ന എലിസ ഏലിയാവിനെ അനുധാവനം ചെയ്യുന്നതായിട്ട് ആ ഭാഗത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ദൗത്യ നിർവഹണത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആത്മാവിന്റെ ശക്തീകരണം എന്നുള്ള കാര്യം നാം ഓർക്കുകയാണ്. പല കാരണങ്ങൾ പറഞ്ഞ് എലിസയെ ഒഴിവാക്കുവാനായിട്ട് ഏലിയാവ് ശ്രമം നടത്തുന്നു എന്ന് ആ ഭാഗത്തിലൂടെ നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷേ ഈ ഗുരുവായിരിക്കുന്ന ഏലിയാവിനെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകുവാനായിട്ട് എലിസ തയ്യാറാകുന്നില്ല എന്നാണ് ആ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്റെ ജീവിതത്തിലെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തിനു വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത്, തന്റെ ഗുരുവിനെ അനുധാവനം ചെയ്യുന്നതിനുള്ള അവബോധം ആ എലിസയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ തന്റെ ജീവിതത്തിലെ മറ്റൊരു കാര്യങ്ങളുമല്ല, മറ്റ് താൽക്കാലികമായിട്ടുള്ള ലാഭത്തിനു വേണ്ടിയോ മറ്റ് യാതൊരു കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല ഏലിയാവിനെ എലിസ അനുധാവനം ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. പിന്നെയോ ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തി പ്രാപിക്കുവാനാണ് വാസ്തവമായിട്ട് ഈ ഏലിയാവിന്റെ പിന്നാലെ എലിസ പിന്തുടരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നാം വായിക്കുന്ന ഈ പ്രകാരമാണ്: ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ താഴേക്ക് ഏലിയാവിന്റെ ശരീരത്തിൽ നിന്നൊരു പുതപ്പ് വീഴുന്നതായിട്ട് ആ ഭാഗത്തിലൂടെ വായിക്കുകയാണ്. എന്നാൽ ആ പുതപ്പ് എലിസ സ്വന്തമാക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധ്യമായി തീരും. ആ പുതപ്പ് എലിസയുടെ കരങ്ങളിൽ ലഭിക്കുന്ന അവസരത്തിൽ നമുക്കറിയാം ദൈവാത്മാവിന്റെ ഒരു വലിയ ശക്തി, ഏലിയ പ്രവാചകനുണ്ടായിരുന്ന അത്ഭുതങ്ങളുടെ ഒരു വലിയ ശക്തി തന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ പുതപ്പ് കൊണ്ട് യോർദാൻ നദിയിലെ വെള്ളത്തെ അടിച്ച് അവിടെ രണ്ടായി വിഭജിക്കുന്നതായിട്ട് നമുക്ക് ആ ഭാഗത്തിലൂടെ വായിക്കുവാൻ സാധ്യമായി തീരും. ഏലിയാവിന്റെ ആത്മാവ് എലിസയിൽ ആവസിച്ച് ഇസ്രായേലിൽ ശക്തനായ ഒരു പ്രവാചകനായിട്ട് എലിസ രൂപാന്തരപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കായികമായിട്ടുള്ള ഒരുപാട് ശേഷിയും കാര്യങ്ങളും ഒക്കെ എലിസയ്ക്ക് ഉണ്ട് എങ്കിൽ തന്നെയും ഇസ്രായേൽ ജനത്തിന് നേതൃത്വം കൊടുക്കുവാനുള്ള ഒരു അജയമായിട്ടുള്ള ശക്തി ഏലിയ പ്രവാചകനിൽ നിന്ന് താൻ പ്രാപിച്ചെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഏലിയാവിനുണ്ടായിരുന്ന ആത്മാവിന്റെ ഇരട്ടി ആത്മാവ് എനിക്ക് വേണം എന്നുള്ള ആഗ്രഹം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നാം ഇവിടെ മനസ്സിലാക്കുകയാണ്. ഏലിയാവിന്റെ ഇരട്ടി ആത്മാവിനെ എലിസ പ്രാപിച്ചെടുക്കുവാനായി അവന്റെ ജീവിതത്തിൽ ഒരു വാഞ്ച ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് മാത്രമല്ല, ഏലിയ പ്രവാചകന് മുൻപിൽ ആ എലിസ ഒരു സമർപ്പണ മനോഭാവത്തോടെ നിലയുറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമായി തീരും. തനിക്കൊരു സ്ഥിരോത്സാഹം ഉണ്ടാകുകയാണ്. ഈ ഏലിയാവിന്റെ ആത്മാവിനെ പ്രാപിച്ചെടുക്കുവാനായിട്ട് ഒരു ഉത്സാഹം, തന്റെ ശരീരത്തിൽ എന്തെന്നില്ലാത്ത ഒരു ചൂട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമായി തീരും. അവിടെ ഏലിയാവിന്റെ പുതപ്പ് നമ്മുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏലിയ പ്രവാചകനുണ്ടായിരുന്ന ആത്മാവിന്റെ ശക്തി എലിസ പ്രവാചകൻ പ്രാപിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് എന്തുമാത്രം തന്റെ ശുശ്രൂഷയ്ക്ക് അത് മാതൃകയായിരുന്നു, തന്റെ ശുശ്രൂഷയ്ക്ക് എത്രമാത്രം പരിപോഷണം ലഭ്യമായി എന്ന് നമുക്ക് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരും. ഒന്നാമതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു,
ആത്മാവിന്റെ ഇരട്ടി പങ്ക് ആവശ്യമാണ് എന്നുള്ള ബോധ്യം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. ഏലിയ പ്രവാചകൻ ഒരുപാട് അത്ഭുതങ്ങളെ ചെയ്തു. പക്ഷേ തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി എലിസാ പ്രവാചകന് അതിന്റെ ഇരട്ടിയായിട്ടുള്ള അത്ഭുതങ്ങൾ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഏലിയാവിനുണ്ടായിരുന്ന ആത്മാവ് തനിക്ക് പോരാ. ഇന്ന് ഈ വരുന്ന പുതിയ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഏലിയാവിനുണ്ടായിരുന്ന ശക്തി പോരാ. അടുത്ത ഒരു ജനറേഷന് വേണ്ടി എലിസാ പ്രവാചകൻ രംഗത്തിറങ്ങിയിരിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഏലിയ പ്രവാചകനുണ്ടായിരുന്നതിന്റെ ഇരട്ടി ശക്തി തനിക്കുണ്ടെങ്കിൽ മാത്രമേ ദൗത്യ നിർവഹണത്തിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സാധ്യമായി തീരുകയുള്ളൂ. വാസ്തവത്തിൽ ഈ എലിസാ പ്രവാചകന് ഏറ്റെടുത്തതായ ദൗത്യ നിർവഹണത്തിന് ആത്മാവ് ഒരു ഉപദേശകനായിട്ട്, ഒരു കൗൺസിലറായിട്ട് അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. അതുപോലെ എലിസാ പ്രവാചകനിലേക്ക് കടന്നു വരുന്ന ഈ ആത്മാവ് എലിസാ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു ആശ്വാസപ്രദനായി, കൺഫർട്ടർ ആയി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധ്യമായി തീരും. എലിസാ പ്രവാചകൻ അറിയാം, ദൈവത്തിന്റെ ആത്മാവിന്റെ സഖിത്വം ഇല്ലാതെ തന്റെ ദൗത്യ നിർവഹണം സാധ്യമല്ല എന്നുള്ളതായ ബോധ്യം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. അങ്ങനെ ഒരു സമർപ്പണം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ എന്റെ ഈ ദൈവികമായിട്ടുള്ള ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഏലിയാവിനേക്കാൾ ശക്തനായി തീരണമെന്നുള്ള ആഗ്രഹമല്ല വാസ്തവത്തിൽ ഇവിടെ എലിസ പ്രകടിപ്പിക്കുന്നത്. ഏലിയാവിന് വലിയ ശക്തിയും വലിയ ആത്മാവിന്റെ അഭിഷേകവും ഉണ്ടായിരുന്നെങ്കിൽ എലിസ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളതായ ഒരു കാര്യമല്ല. ഏലിയാവിനേക്കാൾ ശക്തനായി തീരണമെന്നുള്ള ആഗ്രഹമല്ല വാസ്തവത്തിൽ എലിസയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്നതിന് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നതായ എലിസ ഏലിയാവിന്റെ ഇരട്ടി പങ്ക് ആത്മാവ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു പുതിയ തലമുറയിലേക്കാണ് താൻ ഒരു ദൗത്യ നിർവഹണത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പഴയ കാലത്തിലെ എന്റെ പ്രവർത്തനങ്ങൾ പോരാ എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട്, ഒരു ദീർഘ വീക്ഷണം എലിസ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനാലാണ് തന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഏലിയ പ്രവാചകനിൽ നിന്ന് സ്വായത്തമാക്കുവാനായിട്ട് തനിക്ക് കഴിയുമായിരുന്നു. ഏലിയ പ്രവാചകൻ തന്റെ ഗുരുവാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ എലിസ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഈ മറ്റെന്തിനേക്കാൾ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് ഈ ആത്മാവിന്റെ ഇരട്ടി പങ്ക് താൻ തന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണുവാനൊക്കെ സാധ്യമായി തരും. ഏലിയാവിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണെന്നും അത് കാലങ്ങൾ കഴിയുന്തോറും ആത്മാവിന്റെ ഇരട്ടി ശക്തി ആവശ്യമാണെന്ന് എന്നുള്ള ബോധ്യം എലിസാ പ്രവാചകൻ തിരിച്ചറിയുകയാണ്. ഈ ഏലിയ പ്രവാചകനിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് എന്നുള്ള വസ്തുത താൻ സമ്മതിക്കുവാനൊക്കെ ഇടയായി. അതുമാത്രമല്ല, ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ തനിക്ക് ഒരു നൂതനമായിട്ടുള്ള ലോകത്തിൽ ഒരു പുത്തൻ ശൈലിയോടെ തന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവാത്മാവിന്റെ ഇരട്ടി ശക്തി തനിക്ക് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. എലിസയുടെ ഈ അറിവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എലിസയ്ക്കുണ്ടായിരിക്കുന്ന ഈ അറിവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശുശ്രൂഷയുടെ മധ്യത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരണം. പുതിയ വീക്ഷണഗതികൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ പഴയ ആശയങ്ങൾ, പഴയ ചിന്താഗതികൾ, പഴയ പ്രവർത്തന രീതികളൊക്കെ നാം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അവിടെ ഏലിയാവ് ഗിൽഗാലിലേക്ക് മടങ്ങുന്ന എലിസ ആത്മാവിന്റെ അടയാളമായിട്ടുള്ള ഈ പുതപ്പ് വളരെ പ്രാധാന്യത്തോടെ കൊണ്ടുപോവുകയാണ്. തന്റെ ഗുരുവിൽ നിന്ന് ലഭിച്ചതായ ഈ ആത്മാവിന്റെ ശക്തീകരണമായിരിക്കുന്ന ആ പുതപ്പ് വളരെ ആദരവോടെ, വളരെ ഭവ്യതയോടെ എലിസാ പ്രവാചകൻ കൊണ്ടുപോവുകയാണ്. യോർദാൻ നദി വിഭജിക്കുന്നതിന് ആ പുതപ്പ് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമായി തരും. പുതിയ നിയമസഭയ്ക്ക് നമുക്കറിയാം, ദൈവം പരിശുദ്ധാത്മാവിനെ സകല മനുഷ്യരുടെ മേൽ പകർന്നതായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുകയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന ഇപ്രകാരമാണ്:
അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി ശക്തിക്കായിട്ട് അപ്പോസ്തലന്മാർ കാത്തിരിക്കുവാനൊക്കെ ഇടയായി. പെന്തക്കോസ്ത് നാൾ വരുന്ന അവസരത്തിൽ ഈ അപ്പോസ്തലന്മാരുടെ കാത്തിരിപ്പിന് നിറവായിട്ടുള്ള മറുപടി ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ആത്മാവിന്റെ അജയമായിട്ടുള്ള ശക്തി അഭിഷേകം അവരുടെ മേൽ വ്യാപരിപ്പിക്കുവാനൊക്കെ ഇടയായി. സ്വർഗാരോഹണ വേളയിൽ യേശു നൽകുന്ന മഹാനിയോഗം എന്നുള്ള ഒരു ഭാഗമുണ്ട് വേദപുസ്തകത്തിൽ. ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് പറയപ്പെടുന്നത്. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 16 മുതൽ ഉള്ളതായ വാക്യങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു വലിയ നിയോഗം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാനൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഈ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് കാത്തിരുന്ന തന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ശക്തിയും അവർക്ക് പകർന്നു കൊടുക്കുവാനൊക്കെ ഇടയായി. ആത്മാവിന്റെ ശക്തി അവർക്ക് നൽകുകയാണ്, അധികാരം നൽകുകയാണ്. ഈ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോയി എല്ലാ ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാനുള്ള അധികാരവും നിയോഗവും വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഒക്കെ നൽകി തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. ഏലിയാവിന്റെ സ്വർഗാരോഹണ വേളയിൽ എലിസയ്ക്ക് ആത്മാവിന്റെ അടയാളമായി പുതപ്പ് ലഭിച്ചെങ്കിൽ നമുക്കറിയാം പുതിയ നിയമഭാഗത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ യേശു കർത്താവിന്റെ സ്വർഗാരോഹണ സമയം ശിഷ്യഗണത്തിന് ആത്മാവിന്റെ വാഗ്ദാനം ലഭിക്കുന്നത് മാത്രമല്ല അവിടെ ശക്തീകരണം കൂടെ ലഭിക്കുന്നതായിട്ട് കാണുവാനൊക്കെ സാധ്യമായി തരും. പഴയ നിയമവേദ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഏലിയാവിനുണ്ടായ ആ ആത്മാവിന്റെ ശക്തി പുതിയ നിയമഭാഗത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ തന്റെ ശിഷ്യന്മാര് പ്രാപിച്ചെടുക്കുവാനൊക്കെ ഇടയായി തീരുകയാണ്. ദൗത്യ നിർവഹണത്തിന് യേശുക്രിസ്തുവിന്റെ ആത്മാവ് അനിവാര്യമാണ് എന്നുള്ള കാര്യം നാം ബോധപ്പെടുന്നത് അതിനായിരിക്കും. അത് അനുഗ്രഹമായിരിക്കും. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താമോ? രണ്ടാമതായിട്ട് ഇരട്ടി പങ്ക് ആത്മാവിനെ പ്രാപിച്ചെടുക്കുവാനുള്ള പ്രയത്നം തന്റെ ജീവിതത്തിലുണ്ടായി. എലിശാ പ്രവാചകന്റെ ജീവിതത്തിൽ ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തി പ്രാപിച്ചെടുക്കുവാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. കൈവിടാതെ താനത് പ്രാപിച്ചെടുക്കുവാനായിട്ട് ഏലിയാവിനെ അനുധാവനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏലിയാവ് 4 തവണ എലിശാ പ്രവാചകനെ ഒഴിവാക്കുവാനായിട്ട് ശ്രമം നടത്തിയെന്ന് നാം ആ ഭാഗത്തിലൂടെ വായിക്കുന്നു. ഗിൽഗാലിൽ നിന്നും ബethേലിലേക്കും യെരിഹോവിലേക്കും യോർദാനിലേക്കും പുറപ്പെടുമ്പോൾ തന്നെ അനുധാവനം ചെയ്യുന്ന എലിശയെ കർശനമായിട്ട് അവിടെ നിരോധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, വിലക്കുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. ആ അവസരത്തിൽ എലിശ നൽകുന്ന മറുപടി പ്രകാരമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവിടെ എലിശാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആ മറുപടി എത്രയോ ബൃഹത്തായിട്ടുള്ള ഒരു വാക്യമാണ്. യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ഒരു നിർബന്ധ മനോഭാവത്തോടുകൂടെ ആ ബലാത്കാരേണ വാസ്തവത്തിൽ ഈ ആത്മാവിനെ പ്രാപിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു പ്രയത്നം അത് അവന്റെ ജീവിതത്തിൽ കൈവിടുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രവാചക ദൗത്യത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് ഇസ്രായേലിനെ നയിക്കുന്നതിന് എലിശയ്ക്ക് കരുത്തായത് വാസ്തവത്തിൽ പരാജയപ്പെടാൻ മനസ്സില്ലാതെ ഈ മനോഭാവവും ദൈവത്തിന്റെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും ആശ്രയവും തന്നെ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമായി തരും. എലിശയ്ക്ക് പരാജയപ്പെടാതിരിക്കുവാൻ തനിക്ക് കരുത്താർജിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഏലിയാവിനെ വിട്ടുപിരിയാതെ എലിശ അനുധാവനം ചെയ്തുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. തന്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രയത്നം അതിനുവേണ്ടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ സാധ്യമായി തരും. സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുവിനെന്ന് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ സ്വർഗാരോഹണത്തിന് മുൻപ് യേശു ശിഷ്യന്മാരോട് പറയുന്നതും നിരന്തരം നമ്മുടെ പ്രയത്നം കൈവിടാതിരിക്കണം എന്നുള്ള ബോധ്യപ്പെടുത്തലാണ്. വാസ്തവത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് പറയുന്നതായ അവസരത്തിൽ വാസ്തവത്തിൽ ആ ശിഷ്യന്മാർക്ക്
ഒരു വലിയ കരുത്ത് ഈ ആത്മാവിന്റെ ശക്തീകരണത്തിലൂടെ, ആത്മാവിന്റെ ബലത്തിലൂടെ അവർ പ്രാപിച്ചെടുക്കുന്നതായിട്ട് കാണുകയാണ്. ആത്മനിറവോടെ മേശുമേൽ ശുശ്രൂഷ ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ടതായ 7 ആൾക്കാരിൽ ഒരാളാണ് സ്തേഫാനോസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തേഫാനോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവകൃപയും ശക്തിയും നിറഞ്ഞവനായി തന്റെ ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ്. സ്തേഫാനോസ് രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെടുന്നതിനെ കുറിച്ചാണ് നാം ദൈവവചനത്തിലൂടെ വായിക്കുന്നത്. ക്രിസ്തുവിന്റെ ദൗത്യം സുഖകരമായിട്ടുള്ള ഒരു സംഗതിയല്ല എന്ന് വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് അത് സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായിട്ട് തെളിയിക്കുകയാണ്. വെല്ലുവിളികളെ, രക്തസാക്ഷിത്വത്തെയൊക്കെ എല്ലാം അതില് ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. അനേക വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ടതായി വരും. രക്തസാക്ഷിത്വം അതില് രൂഢമൂലമായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ്റെ ഗുണം സാധ്യമായി തരും. ആത്മാവിന്റെ ശക്തീകരണം പ്രാപിച്ചെടുക്കുവാനുള്ള പ്രയത്നം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കൈവിടിയാതെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ആത്മാവിന്റെ ഇരട്ടി പങ്ക് സ്വീകരിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഏലിയാവിനെ അനുധാവനം ചെയ്യുന്ന അവസരത്തിൽ ഏലിയാവിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, തന്റെ പിന്നാലെ എലിശ ഇത്രമാത്രം ത്യാഗത്തോടെ തന്റെ ആത്മാവിനെ പ്രാപിച്ചെടുക്കുവാനായിട്ട് കടന്നു വരുന്നു. പക്ഷേ അത് എലിശ പ്രാവർത്തികമാക്കണമെന്ന് ഏലിയാവ് മനസ്സിലാക്കുകയാണ്. എലിശ ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് എടുത്ത് തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പുറപ്പെടുന്നതായി നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വാസ്തവത്തിൽ ഇത് ഒരു വലിയ പ്രവാചക നിയോഗത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് വിലയിരുത്തുവാനായിട്ട് കഴിയും. ഒരു വലിയ പ്രവാചകനെ ദൈവം നിയോഗിക്കുന്ന ഒരു അനുഭവം. ഏലിയാവ് പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് ഈ പുതപ്പ് കൊണ്ടാണ്. മോശയുടെ കയ്യിലുണ്ടായിരുന്ന വടിയെക്കുറിച്ച് നമുക്കറിയുവാനായിട്ട് കഴിയും. മോശയുടെ കയ്യിലുണ്ടായിരുന്ന അടയാളത്തിന്റെ വടി പ്രവർത്തിച്ചതുപോലെ വാസ്തവത്തിൽ എലിശയുടെ കരങ്ങളിലിരിക്കുന്ന ഈ പുതപ്പിന് ഒരുപാട് പ്രവൃത്തി ചെയ്യുവാനായിട്ടുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കുന്നത് അനുഗ്രഹകരമായിരിക്കും. ഈ പുതപ്പ് കൈവശം വയ്ക്കുന്നതിലൂടെ ഏലിയാവിന്റെ അതേ ആത്മാവും അമിതബലവും അതേ ശക്തിയും ഒരു ശുശ്രൂഷയ്ക്കായിട്ട് എലിശയ്ക്ക് കരുത്ത് പകരുന്നത് നമുക്കിവിടെ കാണുവാൻ്റെ ഗുണം സാധ്യമായി തരും. ദൈവരാജ്യ ദൗത്യ പൂർത്തീകരണത്തിന് ആത്മാവിന്റെ അമിതബലം നമുക്ക് ആവശ്യമായിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനുള്ള നിരന്തരമായിട്ടുള്ള ഒരു വാഞ്ചയും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അപ്രകാരം ദൈവരാജ്യത്തിന്റെ വളർച്ചയിൽ നാമും പങ്കുകാരായിത്തീരുന്നത് അനുഗ്രഹകരമായിരിക്കും. ആത്മാവിന്റെ ശക്തിയോടെ ബലത്തോടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, ചുമതലകൾ നിർവഹിക്കുവാനായിട്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ശക്തിയോട് ദൈനംദിനം അങ്ങയുടെ ശുശ്രൂഷകളെ ചെയ്യുവാൻ്റെ കൊണ്ട് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ നിയോഗം ഞങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ആ നിയോഗം ഏറ്റെടുക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനുമുള്ള ആത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് തരുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവമേ, ഏലിയാവിനെ അനുധാവനം ചെയ്ത എലീശാ പ്രവാചകൻ വളരെ ത്യാഗനിരതമായിട്ടുള്ള അനുഭവത്തോടെ എലിശയെ ഒഴിവാക്കുവാനായിട്ട് ഏലിയാവ് ആഗ്രഹിച്ച പല സന്ദർഭങ്ങളും ഉണ്ടെങ്കിലും ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടിയുള്ള ഒരു എരിവ്, ഒരു വാഞ്ച ദൈവമേ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിന്റെ വെളിച്ചത്തിൽ ഏലിയാവിനെ അനുധാവനം ചെയ്തുകൊണ്ടേയിരുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ത്യാഗനിരതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്, ആ സമർപ്പണത്തോടുകൂടിയ തന്റെ വിനയപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് ഏലിയാവിനുണ്ടായിരുന്ന ആത്മാവിന്റെ ഇരട്ടി ശക്തി ദൈവമേ എലിശയ്ക്ക് പ്രാപിച്ചെടുക്കുവാന്റെ ഗുണം ഇടയായി. ഇസ്രായേലിന് ശക്തമായിട്ടുള്ള നേതൃത്വം നൽകുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ആത്മാവിന്റെ ശക്തിയില്ലാതെ സാധ്യമല്ല എന്ന് എലിശ ബോധ്യപ്പെടുകയാണ്. തന്നെ ഒഴിവാക്കുവാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുവെങ്കിലും തന്റെ പിന്നാലെ എലിശ അനുധാവനം ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു. തന്റെ ഗുരുവിൽ നിന്ന് ലഭിച്ചതായ ഓരോ ആത്മാവിന്റെ
അനുഭവങ്ങളും തൻ്റെ ജീവിതത്തിന് കരുത്തായിട്ട് ഭവിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞല്ലോ. അതിനായിട്ട് സ്തോത്രം. ഈ ദൗത്യ നിർവഹണത്തിനായിട്ട് താൻ പുറപ്പെടുന്ന അവസരത്തിൽ ദൈവത്തിന്റെ ശക്തിയില്ലാതെ പ്രയോജനമില്ല എന്ന് തൻ്റെ ജീവിതത്തിൽ ആഴമേറിയ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ നിയോഗിക്കുന്ന അവസരത്തിലും നിങ്ങൾ ലോകത്തിലൊക്കെയും പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അവിടുന്ന് അരുളി ചെയ്യുവാൻ്റെ ഗുണമിടയായി. ആ ആത്മാവിന്റെ ശക്തി തന്റെ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുക്കുവാൻ്റെ ഗുണം ഇടയായി. അവൻ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന അവസരത്തിൽ ആ ആത്മാവിന്റെ ശക്തി ആ ശിഷ്യന്മാരിലേക്ക് വ്യാപരിപ്പിക്കുവാൻ്റെ ഗുണം ഇടയായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കരുണയുള്ള കർത്താവെ, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കർത്താവെ എളുപ്പമുള്ളതല്ല എന്ന് ഞങ്ങൾ ഓർക്കുന്നു. അവിടെ അനേക വെല്ലുവിളികൾ ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ള വസ്തുത ഞങ്ങൾ ഓർക്കുന്നു. അനേക രക്തസാക്ഷിയുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ദൈവം ഞങ്ങളെ ദൈനംദിനം ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആത്മാവിന്റെ എരിവോടെ ആത്മാവിന്റെ ശക്തീകരണത്തോടെ ഞങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ പങ്കുചേരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട ദൈവവചനത്തിനനുസരണമായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടതിന് സഹായിക്കണമേ കർത്താവെ. യേശോപച്ച ദൈവാത്മാവിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രവാഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ഒരു വലിയ വാഞ്ചയും ഒരു വലിയ തീരുമാനവും ഒരു സമർപ്പണവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതിന് സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിന്റെ ശക്തി ഓരോ ദിവസവും ഞങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ടിരിപ്പാൻ്റെ ഗുണം അവിടുത്തെ പരിശുദ്ധാത്മാവിടെ ആക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ ഉപയോഗിക്കണമേ കർത്താവെ. ദൈവം ഞങ്ങളെ കരങ്ങളിലെടുക്കണമേ. ദൈവം ഞങ്ങളെ നിലനിർത്തിക്കൊള്ളണമേ. ആത്മാവിന്റെ ബലവും ശക്തീകരണവും ഞങ്ങളുടെ ജീവിതത്തിലെ ദൈനംദിനം വർദ്ധിച്ചു വരുവാൻ ദൈവമേ, ഈ പുതിയ കാലഘട്ടങ്ങളിൽ, ഈ പുത്തൻ നാളുകളിൽ ദൈവമേ, പുതിയ അനുഭവത്തോടെ ഞങ്ങളുടെ ദൗത്യ നിർവഹണം ഏറ്റെടുക്കുവാൻ്റെ ഗുണം ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ അങ്ങയുടെ കൃപ പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാനായി സ്തോത്രം. ദൈവമേ, അങ്ങയുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച എല്ലാ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. വചനത്തിലേക്ക് നിന്റെ മക്കളെ ആകർഷിച്ചതുകൊണ്ട് സ്തോത്രം. വചനത്തിലൂടെ ലഭിക്കുന്ന സൗഖ്യവും വചനത്തിലൂടെ ലഭിക്കുന്ന വിടുതലുമൊക്കെ അനുഭവിച്ച് അവരുടെ ജീവിതങ്ങൾ ധന്യമായി തീരേണ്ടതിന് സഹായിക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്കായിരിക്കട്ടെ കർത്താവെ. ഏറ്റവും വിനയപ്പെടുത്തിയ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും സ്വപൻ കാത്തുകൊള്ളുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ വിശ്വാസ സമൂഹത്തെയും അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണം. സമാധാനത്തിന്റെ ദൈവം കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. വിശ്വാസത്താൽ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീയേക ദൈവത്തിന്റെ അനുഗ്രഹം കൃപകളും നാം എവരോടും എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ ആയക്കാമടിയാരെ യഹോവായേ മനസ്സലിവുടയാമോന്നതപരനെ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയാമോന്നതപരനെ വന്ദനം നിനക്കാമേ.